ഫ്രണ്ട്സ്, ദിസ് ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഒരു എന്താ പറയുക എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാശൊക്കെ മുടക്കി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പെഡിക്യൂർ നമുക്ക് എങ്ങനെ അതേ എഫക്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഏടത്തമ്മയുടെ കാലിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കലും ചെയ്യുമ്പോഴും എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏടത്തമ്മയിൽ ചെയ്ത് കാണിക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോഴും ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട പ്രോഡക്റ്റ് ഞാൻ ഒരെണ്ണം ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് VLCCയുടെ ആണ്. ഇത് ആൻറ്റി ടാൻ ആണ് ഈ സംഭവം വരുന്നത് കേട്ടോ. VLCCയുടെ പെഡിക്യൂർ മാനിക്യൂർ കിറ്റ് ആണ് ഇത് വരുന്നത്. ഇതിൽ 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് വരുന്നത് ഒരു ക്ലെൻസർ ആണ്. സെക്കൻഡ് വരുന്നത് ഒരു ക്യൂട്ടിക്കിൾ റിമൂവിങ് ഓയിലാണ്. പിന്നെ തേർഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബിംഗ് ആണ്. ഫോർത്ത് ഒരു മസാജ് ക്രീം ഉണ്ട്. ഫിഫ്ത്ത് ആൻറ്റി ടാൻ പാക്ക് ആണ് വരുന്നത്. ആൻറ്റി ടാൻ പാക്ക് ആകുമ്പോൾ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇതുണ്ടാവുമല്ലോ, സൺ ടാൻ അടിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കളർ ഇങ്ങനെ മാറി മാറി അറിയാം. ഡ്രസ്സിലുള്ള അത്രയും സ്ലീവിൻ്റെ അവിടെയൊക്കെ പ്രത്യേകിച്ച് കാണാറുണ്ട്. അതേപോലെ ചെരുപ്പിടുന്ന ഭാഗത്ത് നമ്മൾ കുറേ വള്ളിയൊക്കെ ഉള്ള ടൈപ്പ് ചെരുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ആ ഭാഗം മാത്രം വെളുത്തിരുന്നിട്ട് ബാക്കി ഇങ്ങനെ കറുത്ത് ടാൻ ആയിട്ട് ഇരിക്കുന്ന കാണാമല്ലോ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ ആൻറ്റി ടാൻ പാക്ക് യൂസ് ചെയ്യുന്നത് നന്നാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ആമസോണിൽ ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് തവണ ഞാൻ യൂസ് ചെയ്തു. ഇങ്ങനെ ഒരു കിറ്റ് മേടിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 7 മാസം മുമ്പ് മേടിച്ചതാണ്. എൻ്റെ കല്യാണ സമയത്തേക്ക് മേടിച്ചതാണ്. ഇപ്പോൾ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 500 രൂപയ്ക്ക് ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. കാരണം പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും 1000 രൂപയിൽ കുറഞ്ഞത് പെഡിക്യൂറൊന്നും എവിടെയും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് ഇത് മേടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ടൂൾസ് ആയിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ക്രാപ്പർ ഉണ്ട്. പിന്നെ അതേപോലെ ഒരു നെയിൽ ഫയൽ ഉണ്ട്. ക്യൂട്ടിക്കിൾ റിമൂവർ ഉണ്ട്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 200 രൂപയുടെ അകത്തേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ ബാക്കി വീട്ടിൽ വെച്ചിട്ട് ഉള്ളതാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ്. ഞാൻ അവിടെ പോകുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ ഈ ക്രാപ്പറിൻ്റെ തന്നെ പല ടൈപ്പാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ സെർച്ച് കോഡ് ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാര്യമായിട്ട് ഇതിൽ വേണ്ടത് ചൂടുവെള്ളം. ചെറിയ ചൂട്, നമ്മളെ കാല് മുങ്ങിയിരിക്കുമ്പോൾ കുഴപ്പമില്ല, പൊള്ളുന്നൊന്നുമില്ല എന്നുള്ള പരുവത്തിലുള്ള ചൂടുവെള്ളം. അതിലേക്ക് ഷാമ്പൂ അല്ലെങ്കിൽ ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പതപ്പിക്കുക. ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ഇടുക. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ഇതിനകത്ത് കാല് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരു 10 മിനിറ്റ്. അതിന് ശേഷമാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. പിന്നെ അതേപോലെ ഇതിങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന അകത്തിന് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം. ഇതിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എടുത്തുമ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായതുകൊണ്ട് ജസ്റ്റ് നെയിൽ പോളിഷ് മാത്രം റിമൂവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പെഡിക്യൂറിൻ്റെ അതാണ്. നമ്മൾ നെയിൽസ് ഒക്കെ കട്ട് ചെയ്യുക. അതേപോലെ നെയിൽ പോളിഷ് ഇട്ട കാലാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫയൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫയൽ ചെയ്തൊന്ന് ഷേപ്പ് ചെയ്യാം. ഇതാണ് കേട്ടോ പെഡിക്യൂർ ചെയ്യുന്നതിൻ്റെ മുൻപുള്ള കാല്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതിനകത്ത് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഒന്ന് ക്ലെൻസിങ് ആണ്. ഇതൊന്ന് കുതിരട്ടെ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കണം. കട്ടിയുള്ള തൊലിയുള്ള ഭാഗത്തൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ അടിയിലും മുപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് പകരം പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്താലും മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാല് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് നന്നായിട്ട് കാലും കാലിൻ്റെ അടിഭാഗം വിരലുകളുടെ ഇടയിലുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത്
ക്യൂട്ടിക്കിൾ ഓയിൽ വെച്ചിട്ട് നമ്മൾ നെയിൽസിൻ്റെ ഈ ഭാഗത്തുള്ള ക്യൂട്ടിക്കിൾസ് റിമൂവ് ചെയ്യണം. അതേപോലെ ക്യൂട്ടിക്കിൾസ് ഉള്ളിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ചെളി കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ അത് ആ ക്യൂട്ടിക്കിൾ റിമൂവർ വെച്ചിട്ട് തന്നെ നമുക്കത് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നെയിൽസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നെയിൽസ് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. വെള്ളം തുടച്ചതിന് ശേഷം ക്യൂട്ടിക്കിൾ റിമൂവിങ് ഓയിൽ ആക്കി കൊടുക്കുക കേട്ടോ. ക്യൂട്ടിക്കിൾ ഓയിലാണ്. ഇത് ജസ്റ്റ് ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ആക്കിയാൽ മതിയേ. നെയിൽസിലാക്കുക, എന്നിട്ട് നല്ല മസാജ് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് കേട്ടോ ക്യൂട്ടിക്കിൾ റിമൂവർ. ഇതിൻ്റെ ഈ ഭാഗം ബ്ലേഡ് പോലെയാണ്, മൂർച്ചയുള്ളതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് വരുന്നത് ക്യൂട്ടിക്കിൾ പുഷറാണ്. നമ്മൾ ഏടത്തമ്മയുടെ കാലിൽ ചെയ്ത സമയത്ത് ട്രൈപോഡിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത സമയത്താണ് ഇത് ശരിക്കും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ക്യൂട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കയ്യിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരു ഡ്രോപ്പ് ക്യൂട്ടിക്കിൾ റിമൂവിങ് ഓയിൽ ആഡ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്ത് കൊടുക്കാം. ശേഷം ക്യൂട്ടിക്കിൾ റിമൂവർ വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പുഷറാണെന്ന് പറഞ്ഞു, അത് വെച്ചിട്ട് ജസ്റ്റ് അവിടെയുള്ള എക്സ്ട്രാ ഒരു തൊലി പോലെ ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഉള്ളിലേക്ക്. പുഷ് ചെയ്ത് കഴിഞ്ഞ് മറ്റേ സൈഡ് എടുത്തിട്ട് ഇതേപോലെ എക്സ്ട്രാ കട്ടിയുള്ള തൊലിയൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ അറ്റത്തൊക്കെ, നഖത്തിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതൊക്കെ ഈ ക്യൂട്ടിക്കിൾ റിമൂവർ വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വരും. ഇതൊരു ബ്ലേഡ് പോലത്തെ സാധനമാണ്. അപ്പോൾ കയ്യിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, മുറിവ് പറ്റാണ്ട് നോക്കണം, ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഈ ഏരിയയിലുള്ള ഡെഡ് സ്കിന്ന്, അതേപോലെ കട്ടിയുള്ള തൊലി, ക്യൂട്ടിക്കിൾസ് ഒക്കെ നമുക്കിത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാനും റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. ക്യൂട്ടിക്കിൾ റിമൂവർ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് അതുപോലെ നല്ല നീറ്റായിട്ട് വരും കേട്ടോ നെയിൽസൊക്കെ. തേർഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബിങ് ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, സ്ക്രാപ്പറൊക്കെ വെച്ച് ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ കളഞ്ഞു, നെയിൽസ് ക്ലിയർ ആക്കി. ഇനി അതിന് ശേഷം സ്ക്രബ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യും കാലിൻ്റെ അടിഭാഗം, അതേപോലെ നെയിൽസിന് ചുറ്റിനുള്ള ഭാഗം, വിരലുകൾക്കുള്ള ഇടയിലുള്ള ഭാഗം ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫോർത്ത് സ്റ്റെപ്പ് മസാജാണ് കേട്ടോ. മസാജിങ് ക്രീം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കാല് മസാജ് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇനി ഒരുപാട് സ്റ്റെപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് റൗണ്ട് മസാജ് എങ്കിലും ചെയ്യുക. ഈ കിറ്റിൽ വരുന്ന മസാജിങ് ഫുഡ് ക്രീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല മസാജ് കൊടുക്കുന്നത്. റൗണ്ട് മസാജ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ അതിന് ശേഷം കാലിത് അതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, വിരലൊക്കെ. അതേപോലെ വിരലുകളുടെ ജോയിൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ കാലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യാം കേട്ടോ. മസാജ് ഒരുപാട് സ്റ്റെപ്പൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് റൗണ്ട് മസാജ് ചെയ്താലും മതി. പാർലറിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റാണ് മസാജിന് പറയുക. അതിപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. സമയമൊന്നും ഇല്ലെങ്കിൽ അത്രയും നേരം ഒന്നും ചെയ്യണമെന്നില്ല. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എങ്കിലും ചെയ്താൽ നല്ലതാണ്. പക്ഷെ നമുക്ക് സ്വയം ചെയ്യുമ്പോൾ ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ അത്രയും സമയമൊന്നും ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലും ചെയ്ത് തരികയാണെങ്കിൽ ഇത്രയും സമയമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം ചെയ്യുന്നത്.
ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ കിറ്റിൽ വരുന്നത് ആൻറ്റി ടാൻ പാക്കാണ്. അത് നമ്മളുടെ കാലിലുള്ള സൺ ടാൻ ഒക്കെ മാറ്റാനും ഈവൻ ടോണ് തരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ കയ്യിലാണേലും ഈ സെയിം കിറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും വെക്കുക. ഒന്നുമില്ലെങ്കിലും അത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ കാലിൽ വെക്കുക കേട്ടോ. പാക്ക് ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് വെള്ളം തടവിയിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. സ്ഥിരമായിട്ട് കയ്യിലും കാലിലും ഒക്കെ നെയിൽ പോളിഷ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസമെങ്കിലും നെയിൽ പോളിഷ് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് നെയിൽസിന് ബ്രീത്ത് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പെഡിക്യൂറിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞു കേട്ടോ പെഡിക്യൂർ. എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തമ്മ? സൂപ്പർ ആയിരുന്നു. നല്ല മാറ്റം. അപ്പൊ വീക്കിലി വൺസ് ചെയ്യണത് വളരെ നല്ലതാണ്. അതിന് പറ്റാത്തൊരു മാസം ഒരു തവണയെങ്കിലും ചെയ്യണത് നല്ലതാട്ടോ. ഡെഡ് സ്കിൻ റിമൂവ് ആവാനും അതേപോലെ കാലിന്റെ ബാക്കൊക്കെ ചിലവർക്ക് ഇങ്ങനെ ക്രാക്ക് വരുമല്ലോ, അതൊക്കെ മാറാനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത്തരം പുതിയ വീഡിയോസ് വേണമെങ്കിലും അത് പറയുകയാണെങ്കിലും നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.